ഏഷ്യയും കടന്ന് യൂറോപ്പും കടന്ന് നേരെ ആഫ്രിക്കൻ വൻകരയിലേക്ക് ഹോർമൂസിലെ തടസ്സങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇന്ത്യ ആഫ്രിക്കയിൽ നിന്നും ഭാരതത്തിലേക്ക് എത്തിച്ചത് വമ്പൻ നേട്ടങ്ങളാണ്. കേവലം ഒരു ഇറക്കുമതി തീരുമാനമല്ല ഇത്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഭാരതത്തിലെ കർഷകന്റെ ഓരോ തുള്ളി വിയർപ്പിനും വില നൽകാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ചരിത്രപരമായ ഒരു ബദൽ തന്ത്രം. എന്താണ് ഈ ആഫ്രിക്കൻ മാസ്റ്റർ പ്ലാൻ? ഭാരതത്തിന്റെ ഈ മാസ് നീക്കത്തിന് പിന്നിലെ കൃത്യമായ കണക്കുകൾ എന്തൊക്കെയാണ്? പരിശോധിക്കാം. ഇന്ത്യൻ കാർഷിക മേഖലയുടെ ജീവനാഡിയാണ് വളങ്ങൾ. പ്രത്യേകം പറയുമ്പോൾ യൂറിയ. നമ്മുടെ രാജ്യത്ത് 33 യൂറിയ പ്ലാന്റുകളിലായി പ്രതിവർഷം 26.9 ദശലക്ഷം ടൺ യൂറിയ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. എന്നാലും കാർഷിക മേഖലയിലെ കൂറ്റൻ ആവശ്യകത പൂർത്തീകരിക്കാൻ ആഭ്യന്തര ഉൽപ്പാദനത്തിന് പുറമെ ആവശ്യത്തിന്റെ 20% നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതുവരെ നമ്മുടെ യൂറിയ, ഫോസ്ഫേറ്റ് വളം ഇറക്കുമതിയുടെ 40%-ലധികവും ഗൾഫ് മേഖലയെ ആശ്രയിച്ചിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ രൂക്ഷമാവുകയും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തതോടെ അന്താരാഷ്ട്ര വിപണിയിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി. ചരക്ക് നീക്കം തടസ്സപ്പെട്ടു, കപ്പൽ വാടക കുതിച്ചുയർന്നു, ഷെഡ്യൂളുകൾ തെറ്റി. സാധാരണ ഒരു രാജ്യമാണെങ്കിൽ ഈ ഘട്ടത്തിൽ പകച്ചു പോവുമായിരുന്നു. എന്നാൽ ഭാരതം ഭരിക്കുന്നത് ദീർഘവീക്ഷണമുള്ള നേതൃത്വമാണ്. ഒരു പ്രത്യേക മേഖലയെ മാത്രം തന്ത്രപ്രധാന കാര്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് ഭാവിയിൽ വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യ ഉടനടി തങ്ങളുടെ സപ്ലൈ ചെയിൻ വൈവിധ്യവൽക്കരിക്കാനായി തീരുമാനിച്ചു. ഗൾഫ് വഴിയുള്ള തടസ്സങ്ങൾ ഇന്ത്യയിലെ ഒരു കർഷകനെ പോലും ബാധിക്കരുത് എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ തന്ത്രപരമായ പാലം പണിതത്. വിപണിയിലെ തടസ്സങ്ങളെ കാറ്റിൽ പറത്തി പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റുന്ന ഭാരതത്തിന്റെ ആഗോള നയതന്ത്രത്തിന്റെ മികച്ച ഉദാഹരണമായിരുന്നു ഇത്. ഇനി നമുക്ക് ഇതിന്റെ കൃത്യമായ ഡാറ്റകളിലേക്ക് കടക്കാം. കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ ഏതൊരു ഇന്ത്യക്കാരനിലും അഭിമാനം വളർത്തുന്നതാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഇന്ത്യ ആകെ ഇറക്കുമതി ചെയ്തത് 25 ലക്ഷം ടൺ, അതായത് 2.5 മില്യൺ ടൺ യൂറിയയാണ്. ഇതിൽ പകുതിയിലധികവും, അതായത് 52% എത്തിച്ചത് 3 പ്രമുഖ ആഫ്രിക്കൻ രാജ്യങ്ങളും ജോർജിയയും ചേർന്നാണ്. ആഫ്രിക്കയിലെ ഈജിപ്ത്, അൾജീരിയ, നൈജീരിയ എന്നീ രാജ്യങ്ങളിൽ നിന്നും മാത്രം ഇന്ത്യയിൽ എത്തിയത് കേവലം ദിവസങ്ങൾ കൊണ്ടാണ് 11 ലക്ഷം ടൺ യൂറിയ. കൃത്യമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈജിപ്ത് 6,09,000 ടൺ, അൾജീരിയ 2,40,50,000 ടൺ, നൈജീരിയ 2,44,000 ടൺ, ജോർജിയ 2,11,000 ടൺ. ഇതിൽ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഇതേ കാലയളവിലെ കണക്കുകൾ നോക്കണം. കഴിഞ്ഞ വർഷം ആദ്യപാദത്തിൽ ഈ 4 രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ 1 ടൺ യൂറിയ പോലും ഇറക്കുമതി ചെയ്തിട്ടില്ല. 0-ൽ നിന്നാണ് ഇന്ത്യ ഒറ്റയടിക്ക് ഈ വൻ കുതിച്ചുചാട്ടം നടത്തിയത്. ആഗോളതലത്തിലെ ഏറ്റവും മികച്ച വളം നിർമ്മാണ കമ്പനികളുമായി നേരിട്ട് കരാറിൽ ഏർപ്പെട്ടാണ് ഭാരതം ഇത് സാധ്യമാക്കിയത്. ഈജിപ്തിലെ മോപ്കോ, അബൂഖീർ, അൾജീരിയയിലെ സോർഫെട്ട്, AOA, അതുപോലെ നൈജീരിയയിലെ ദങ്കോട്ടെ, ഇൻഡുരാമ, ഇലേമെ, ലോകത്തിലെ ഏറ്റവും മികച്ച ഈ ഉൽപാദകരിൽ നിന്നും നേരിട്ട് യൂറിയ ഭാരതത്തിലേക്ക് എത്തിച്ച് വിതരണ ശൃംഖലയിൽ ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തി. ആഗോള വിപണിയിൽ യുദ്ധാന്തരീക്ഷവും ഷിപ്പിംഗ് നിരക്കുകളുടെ വർധനവും കാരണം വളത്തിന്റെ വിലയും ട്രാൻസ്പോർട്ടേഷൻ ചെലവും കുതിച്ചുയർന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ബാഗ് വളത്തിന്റെ വില 2,900 രൂപയിൽ നിന്നും 4,300 രൂപയിൽ വർദ്ധിച്ചു. എന്നാൽ ഇവിടെയാണ് ഭാരത സർക്കാരിന്റെ കർഷക സ്നേഹവും കാർഷിക പ്രതിബദ്ധതയും പ്രകടമാകുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ വില എത്ര തന്നെ ഉയർന്നാലും ആ ഭാരം ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകന്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ സർക്കാർ തയ്യാറായില്ല. ആഗോളതലത്തിലുണ്ടായ ഈ വിലവർദ്ധനവിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും കേന്ദ്ര സർക്കാർ സ്വയം ഏറ്റെടുത്തു. രാജ്യത്തെ വളം സബ്സിഡി തുക ബജറ്റിൽ വകയിരുത്തിയ 1.77 ട്രില്യൺ രൂപയിൽ നിന്നും 3.54 ട്രില്യൺ രൂപയായി. ഇരട്ടിപ്പിക്കാനാണ് രാസവള മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, 3.54 ട്രില്യൺ രൂപയുടെ സബ്സിഡി. ലോകത്ത് ഒരു വികസിത രാജ്യം പോലും തങ്ങളുടെ കർഷകർക്ക് വേണ്ടി ഇത്രയും ഭീമമായ തുക സബ്സിഡിയായി നൽകാൻ മടിക്കും. എന്നാൽ ഭാരതം അത് ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ വില കൂട്ടിയെങ്കിലും ഇന്ത്യൻ കർഷകന് എന്നും ലഭിക്കുന്ന അതേ തുച്ഛമായ വിലയ്ക്ക് തന്നെ യൂറിയ ലഭ്യമാകുന്നു. തങ്ങളുടെ പൗരന്മാരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഒരു ക്ഷേമ രാഷ്ട്രത്തിന് ഇത് മാത്രമേ ഇത്രയും ശക്തമായ തീരുമാനമെടുക്കാൻ സാധിക്കൂ. ഭാരതത്തിന്റെ നയം കേവലം ഇറക്കുമതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല.
രാജ്യത്തെ കൃത്യമായ ആവശ്യകത വിലയിരുത്തിക്കൊണ്ടുള്ള അത്യന്തം ശാസ്ത്രീയമായ ആസൂത്രണമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. നടപ്പ് ഖാരിഫ് സീസണിൽ ചില പ്രദേശങ്ങളിൽ മഴയുടെ ലഭ്യതയിൽ ചെറിയ കുറവുണ്ടായപ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയ വളം ആവശ്യകതയുടെ കണക്കുകളിൽ സർക്കാർ ഉടൻ തന്നെ ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുത്തി. ആകെ വളം ആവശ്യകത 39.5 ദശലക്ഷം ടണ്ണിൽ നിന്നും 38.39 ദശലക്ഷം ടണ്ണായി പുനർനിർണ്ണയിച്ചു. യൂറിയ ആവശ്യകത കൃത്യമായി 19 ദശലക്ഷം ടണ്ണാക്കി നിശ്ചയിച്ചു. ഇത്തരം തത്സമയ വിലയിരുത്തലുകൾ വഴി വിഭവങ്ങളുടെ ദുരുപയോഗം തടയാനും ആവശ്യമുള്ള ഇടങ്ങളിൽ കൃത്യസമയത്ത് വളം എത്തിക്കാനും സാധിക്കുന്നു. ഇതൊന്നും കൂടാതെ ഭാവിയിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ ആത്മനിർഭർ ഭാരത് സെൽഫ് റിലയന്റ് ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ആഭ്യന്തര യൂറിയ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നയങ്ങൾ ഇന്ത്യ അതിവേഗം നടപ്പിലാക്കി വരികയാണ്. അടഞ്ഞുകിടന്ന വളം ഫാക്ടറികൾ പുനരുദ്ധീകരിച്ചും ഭാരത് യൂറിയ എന്ന ഏകീകൃത ബ്രാൻഡിലൂടെ ഗുണനിലവാരം ഉറപ്പാക്കിയും നാനോ യൂറിയ സാങ്കേതികവിദ്യ പ്രോത്സാഹിപ്പിച്ചും ഇന്ത്യ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പാതയിലാണ്. ചുരുക്കി പറഞ്ഞ ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി ഇന്ത്യക്ക് മുന്നിൽ വെച്ച വെല്ലുവിളി ചെറുതൊന്നും ആയിരുന്നില്ല. എന്നാൽ ആ വെല്ലുവിളിയെ ഭാരതം നേരിട്ടത് സ്വന്തം നയതന്ത്ര മികവ് കൊണ്ടും സാമ്പത്തിക കരുത്തുകൊണ്ടും കൃത്യമായ പ്ലാനിംഗ് കൊണ്ടുമാണ്. ഗൾഫ് മേഖലയിലെ വിതരണ ഭീഷണികൾ നിലനിൽക്കുന്നിടത്തോളം ഈജിപ്ത്, അൾജീരിയ, നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ വിപണികളും ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളികളായി തന്നെ നിലകൊള്ളും. ഒരു വഴി അടഞ്ഞ 10 പുതിയ വഴികൾ വെട്ടിത്തുറക്കാൻ ഭാരതത്തിന് അറിയാമെന്ന് ലോകത്തിന് വീണ്ടും തെളിയിച്ചു കൊടുത്ത സംഭവമാണിത്. ലോകത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഭാരതത്തിലെ കർഷകന്റെ കൃഷിയിടത്തിൽ പച്ചപ്പ് മങ്ങില്ല. ഇന്ത്യയുടെ ഭക്ഷ്യഭദ്രത ഒരു കാലത്തും തകരില്ല. കാരണം ഭാരതത്തെ നയിക്കുന്നത് പ്രതിസന്ധികളിൽ വഴി കണ്ടെത്തുകയല്ല, പുതിയ വഴി സൃഷ്ടിക്കുക തന്നെ ചെയ്യുന്ന തന്ത്രജ്ഞരാണ്. ഭാരതത്തിന്റെ ഈ മാസ് നയതന്ത്ര നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇതുപോലെയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള ആഗോള വിദേശ നയ അവലോകനങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെക്കൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.